അതാണല്ലോ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങൾ നമുക്ക് വേണ്ടത്. എവിടെങ്കിലും എയർപോർട്ടിൽ ഒരാൾ എത്രയോ അങ്ങനെ മുമ്പ് സംഭവിച്ചതാണ്, കയ്പ് പിശക് കാരണത്താൽ ഖുറൂജ് ഔദുള്ളത് ഖുറൂജ് നിഹായൊക്കെ ആയത് എന്റെ ഹമ്മിലൊക്കെ എത്രയോ ഉണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ എന്തോ ഒരു കയ്പിയൊക്കെ സംഭവിച്ചപ്പോഴേക്ക് അത് സൗദി അറേബ്യ മുഴുവനും വ്യാപിക്കുകയുണ്ടായി. അതിന്റെ പേരിൽ വിളിയോട് എത്ര ആൾക്കാരാണ് വിളിക്കുന്നത്, എന്താണ് ഞാൻ വീണ്ടും വെച്ചിട്ടുണ്ട്, പോകാൻ പറ്റുമോ ചോദിച്ചിട്ട്. അപ്പൊ ഇങ്ങനെ മാനസികമായി നാം പേടിക്കേണ്ടെന്ന ആവശ്യമില്ല. ഈ ആയത്തുകൾ നാം നിത്യവും ചെല്ലുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്തരം ഒരു പ്രശ്നമേ ഉണ്ടാവുകയില്ല. അതോടൊപ്പം നാം ചിന്തിക്കേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ പരിശുദ്ധമായ ദിവസത്തിൽ തന്നെ നാം അത് മനസ്സിലാക്കി വെക്കുക. ഒന്ന്, നമുക്ക് സന്തോഷവും സമാധാനവും മാനസിക സംഘർഷമില്ലാതിരിക്കാനുള്ള മാർഗം അള്ളാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ച് നാം എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുക, നാം എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ. ഇത് അള്ളാഹുവിന്റെ വചനമാണല്ലോ. നിങ്ങൾക്ക് അള്ളാഹു തന്ന നിഅമത്തുകളെ നിങ്ങൾ എണ്ണി നോക്കുകയാണെങ്കിൽ അതിനെ എണ്ണി ക്ലിപ്തപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമേ അല്ല. അത്രമാത്രം നിഅമത്തുകൾ. നമുക്ക് നല്ല ആരോഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നു, നമ്മുടെ രാജ്യത്ത് അല്ലാഹു തആല സുരക്ഷ തന്നു, മാത്രമല്ല നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും അല്ലാഹു തആല തന്നിട്ടുണ്ട്. അതിലൊക്കെ അപ്പുറം ശ്വസിക്കാൻ ശുദ്ധവായു അല്ലാഹു തആല തന്നിട്ടുണ്ട്, നല്ല വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. വഅസ്ബഗ അലൈക്കും നിഅമഹു ലാഹിറതൻ വ ബാത്തിന. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് എന്തുമാത്രം അർത്ഥവത്താണ്. വഅസ്ബഗ അലൈക്കും നിഅമഹു, അല്ലാഹു തആല നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്ന അവന്റെ അനുഗ്രഹങ്ങളെ ലാഹിറത്തൻ വ ബാത്തിനത്തൻ, ഒളിഞ്ഞതും തെളിഞ്ഞതുമായ എല്ലാ നിഅമത്തുകളും അല്ലാഹു തആല നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നമുക്ക് രണ്ട് കണ്ണുകളുണ്ട്, നാവുണ്ട്, രണ്ട് ചുണ്ടുകളുണ്ട്, രണ്ട് കരങ്ങളുണ്ട്, അതുപോലെ കൈകളുണ്ട്. നാം ചിന്തിച്ചു നോക്കൂ, ഇത്രമാത്രം അനുഗ്രഹങ്ങൾ തന്ന ഈ റബ്ബിനെ പിന്നെ എങ്ങനെയാണ്, എന്തിന്റെ പേരിലാണ് നാം ആ റബ്ബിനെ മറന്നുപോകുന്നത്, നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്? ആലോചിച്ചു നോക്കൂ. നമ്മുടെ കാലിന് ഒരു ചെറിയ മുറിവ് പറ്റിയാൽ ഈ കാലുകൊണ്ട് നമുക്ക് സുരക്ഷിതമായി സന്തോഷത്തോടെ നടക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ഈ കണ്ണ് നമ്മുടെ എല്ലാ അല്ലാഹുവിന്റെ നിഅമത്തുകളെ കാണാൻ കഴിയുന്ന, അതുപോലെ നമ്മുടെ ഭാര്യമാരുടെ മുഖത്ത് നോക്കി ആനന്ദിക്കാൻ കഴിയുന്ന, നമ്മുടെ മക്കളുടെ മുഖത്തേക്ക് നോക്കി സന്തോഷിക്കാൻ കഴിയുന്ന ഈ കണ്ണിന് പകരം ഉഹുദ് മലയോളം സ്വർണം തന്നാൽ ഞാനത് വിൽക്കുമെന്ന് പറയാൻ ബുദ്ധിയുള്ളവരാരെങ്കിലും തയ്യാറാകുമോ? ആലോചിച്ചു നോക്കൂ, സാധിക്കുമോ? ഉഹുദ് മലയോളം സ്വർണം തരാമെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന് വിൽപ്പന നടത്താൻ നാം തയ്യാറാകുമോ? നമ്മുടെ ചെവി 1 കിലോ സ്വർണം തരാമെന്ന് പറഞ്ഞാൽ അത് വിൽപ്പന നടത്താൻ നാം തയ്യാറാകും? ബുദ്ധിയുള്ളവരാരും തയ്യാറാവുകയില്ല. ഇത് നമുക്കറിയാം, ഈ നിഅമത്തിനെ കുറിച്ച് നമുക്കറിയാം. പക്ഷെ അല്ലാഹു ഖുർആനിൽ പറയുന്നു, യഅരിഫൂന നിഅമത്തല്ലാഹി സുമ്മ യുൻകിറൂനഹ. അവർക്കറിയാം അല്ലാഹുവിന്റെ നിഅമത്തുകളുടെ വലിപ്പം അവർക്കറിയാം. ഇങ്ങനെ ഉഹുദ് മലയോളം സ്വർണം കൊടുത്താൽ പോലും മനുഷ്യൻ അവന്റെ കണ്ണിനെ വിൽപ്പന നടത്താൻ സന്നദ്ധനല്ല. ഇതുപോലെ സ്വർണം നൽകിയാൽ അവന്റെ ചെവിയെ വിൽപ്പന നടത്താൻ അവൻ തയ്യാറല്ല. യഅരിഫൂന നിഅമത്തല്ലാഹി സുമ്മ യുൻകിറൂനഹ. അല്ലാഹുവിന്റെ നിഅമത്തുകൾ അവനക്കറിയാം, അവനിക്ക് ബോധ്യമുണ്ട്, പക്ഷേ അതിനെ അവൻ നിഷേധിച്ച് കളയുകയാണ്. ഇങ്ങനെ ഈ കൂട്ടത്തിൽ നാം ആയിപ്പോകരുത്, ഇത്തരക്കാരിൽ നാം ആയിപ്പോകരുത്. മറിച്ച് അല്ലാഹുവിന്റെ നിഅമത്തുകൾ ഓർത്ത് ശുക്ർ ചെയ്യാൻ നാം എപ്പോഴും സന്നദ്ധരാവുക. രാവിലെ ആയാൽ വൈകുന്നേരമാകും നാം പ്രതീക്ഷിക്കേണ്ടെന്ന് ആവശ്യമില്ല. നാം ഒക്കെ എപ്പോഴും ചിന്തിക്കേണ്ടുന്നത് നമ്മുടെ ദിവസം ഇന്നാണ്, നമ്മുടെ ദിവസം ഇന്നാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ല, ഫഖുദ് മാ ആതൈതുക വകും മിനശ് ശാകിരീൻ. ഫഖുദ് മാ ആതൈതുക വകും മിനശ് ശാകിരീൻ. നാം നിങ്ങൾക്ക് തന്നത് നിങ്ങൾ സ്വീകരിക്കുക, എന്നിട്ട് നന്ദിയുള്ളവരായി കഴിയുക. ഇത് നമ്മുടെ അടിസ്ഥാന തത്വമാണ്. ഫഖുദ് മാ ആതൈതുക വകും മിനശ് ശാകിരീൻ. നാം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങൾ നന്ദിയുള്ളവരായി കഴിയൂ. അവ ഇന്നാണ് നമ്മുടെ ജീവിതം. കഴിഞ്ഞുപോയ ദിവസത്തെക്കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെട്ടിട്ട് എന്ത് കാര്യമാണ്? ഇന്നലെ കഴിഞ്ഞുപോയി, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് ഇനി വേവലാതിപ്പെട്ടിട്ടൊരു കാര്യവുമില്ല. നാളെ വരാനുണ്ട്. ആ നാളെക്കുറിച്ച് ഈ സമയം വരേക്കും വരാത്ത നാളെക്കുറിച്ച് ആലോചിച്ച് എന്തിന് നാം തലപുണ്ണാക്കണം? നാളെക്കുറിച്ച് ആലോചിച്ച് നാം ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ടെന്ന ആവശ്യമില്ല. നമുക്കെന്താണ്? നമ്മുടെ ജീവിതം ഇന്നാണ്. ഈ ജീവിതത്തെ നാം സന്തോഷപൂർവ്വവും റാഹത്തുള്ളതും ഖൈറുള്ളതും ബറക്കത്തുള്ളതും ആരോഗ്യമുള്ളതുമാക്കി മാറ്റാൻ വേണ്ടിയാവണം നമ്മുടെ ചിന്തകൾ മുഴുവനും. അതുകൊണ്ട് തന്നെ ഈ നാളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുക, നാളെക്കുറിച്ച് ഭീഷണിപ്പെടുത്തുക. നാളെ എന്തായിരിക്കും, എന്റെ കുട്ടികൾ എന്തായിരിക്കും, അല്ലെങ്കിൽ എന്നെ കെട്ടിച്ച മകളുടെ മക്കൾ എന്തായിരിക്കും, ഇങ്ങനെ തുടങ്ങി തലയിൽ ആവശ്യമില്ലാത്തതെല്ലാം കയറ്റിവെക്കുന്ന പരിപാടി അത് പിശാചിന്റെ മദ്രസയിൽ നിന്നുള്ളതാണെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല പറയുന്നു, അശ്ശൈത്വാനു യഈദുകുമുൽ ഫഖറ. ഇത് അവന്റെ പരിപാടിയാണ്, പിശാചിന്റെ ചെകുത്താന്റെ പരിപാടിയാണ്. യഈദുകുമുൽ ഫഖറ, നിങ്ങളെ ദാരിദ്ര്യത്തെക്കുറിച്ച് ഭീഷണിപ്പെടുത്തുന്നു, പേടിപ്പെടുത്തുന്നു.
പടച്ചോനെ എന്തായിരിക്കും ഇവർനാട് പോയാൽ എന്നുള്ള ഈ ആകുലതപ്പെടുത്തൽ, ഈ പേടിപ്പെടുത്തൽ, അത് ശൈത്താന്റെ പണിയാണ്. മാത്രമല്ല അവനാണ് നിങ്ങളെ നീചകൃത്യങ്ങൾക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പട്ടിണിയെ പേടിച്ചുകൊണ്ട് അല്ലെ പല രൂപത്തിലും ഹറാമിനെ സമ്പാദിക്കാൻ പോലും നാം സന്നദ്ധരാകുന്നു. അതിന്റെ ആവശ്യമില്ല. ഇത് പിശാചിന്റെ പരിപാടിയാണ്. വല്ലാഹു യഇദുകും മഗ്ഫിറത്തൻ മിൻഹു വഫദല. അല്ലാഹു നിങ്ങൾക്ക് മഗ്ഫിറത്ത് വാഗ്ദാനം ചെയ്യുന്നു. അവന്റെ പക്കൽ നിന്നുള്ള ഔദാര്യവും അവൻ വാഗ്ദാനം ചെയ്യുന്നു. ഔദാര്യവും ഐശ്വര്യവും ഒക്കെ നൽകുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് നാം ഇന്നത്തെ ഈ ജീവിതമാണ്, ഇന്നാണ് നമ്മുടെ ജീവിതം എന്ന് മനസ്സിലായിക്കൊണ്ട് കഴിഞ്ഞുപോയതിൽ ചിന്തിച്ച് വിഷമിക്കാതെ, വരാൻ പോകുന്നത് തലപുണ്ണാക്കാതെ ഇന്നത്തെ ജീവിതം സന്തോഷവും സമാധാനവുമാക്കി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തുക. അപ്പോൾ നമുക്ക് വല്ല വിഷമവും വന്നാൽ അതിനുള്ള മാർഗം എന്താണ്? ആ വിഷമത്തെ സന്തോഷമാക്കി മാറ്റുക, ആ പ്രയാസത്തെ സന്തോഷമാക്കി മാറ്റുക. അതിനുള്ള മാർഗമാണ് മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതിനേക്കാളും വിഷമം അനുഭവിക്കുന്നവരെ കുറിച്ച് ആലോചിക്കുക. ചില ആളുകൾ ചിന്തിക്കുന്നത്, മറ്റുള്ളവരൊക്കെ നല്ല വണ്ടിയിൽ പോകുന്ന സമയത്ത് എനിക്കൊരു വണ്ടി വാങ്ങാൻ പോലും 10-20 കൊല്ലം സഹോദരൻ എന്നിട്ട് സാധിച്ചിട്ടില്ല, അങ്ങനെ വിഷമിക്കുന്നവരുണ്ട്. സഹോദരന്മാരെ തിരിച്ച് ചിന്തിച്ചു നോക്കി, കാലില്ലാതെ നടക്കാൻ കഴിയാത്തവരില്ലേ? എനിക്ക് അല്ലാഹു തആല കാലിൽ എന്നല്ലോ നടക്കാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ടാക്സിക്ക് പോകാൻ സാധിക്കുന്നുണ്ട് എന്ന് ചിന്തിച്ചു നോക്കൂ. അത് മറ്റുള്ളവരുടെ ഉയർന്നവരുടെ നിയമത്ത് ചിന്തിക്കുന്നതിന് പകരം നമ്മെക്കാളും മോശമുള്ള ആളുകളെ കുറിച്ച് ചിന്തിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാനസിക സംഘർഷത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അപ്പോൾ ഇത്തരം പ്രതിസന്ധിയും വിഷമമുള്ള ഘട്ടങ്ങളിലൊക്കെ മാനസിക സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. അതിൽ ഏറ്റവും പ്രധാനമാണ് കാരുണ്യ പ്രവർത്തനങ്ങൾ. മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാനസിക സന്തോഷമുണ്ടാക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളിൽ ഇടപെടുക. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ ത്വലിക്കിൻ. വിശുദ്ധ ഹദീസിൽ അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നാം മറ്റുള്ളവരെ കാണുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ടെങ്കിലും സമീപിക്കുക. അത് നമ്മുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കും, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അത് സന്തോഷമുണ്ടാക്കും. മാത്രമല്ല മറ്റൊരു കാര്യം നാം ഒക്കെ മനസ്സിലാക്കേണ്ടത്, നാം ആരും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് ഖിയാമത്ത് നാൾ വരേക്കുമുള്ള അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ മനുഷ്യന്മാരിൽ ഒരാൾ മറ്റൊരാളെ പോലെയില്ല. ഉണ്ടോ? ഒരാളും മറ്റൊരാളെ പോലെയില്ല. എല്ലാ അർത്ഥത്തിലും അവർ വിഭിന്നമായിരിക്കും. ഏതുപോലെ? മരങ്ങളെപ്പോലെ. മരങ്ങളെക്കുറിച്ച് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഇറങ്ങി മഴക്കാലത്തൊക്കെ ഇറങ്ങി നോക്കിയാൽ വല്ലാത്ത സന്തോഷം തോന്നും. പലതരത്തിലുള്ള കിളികൾ പലതരത്തിലുള്ള ശബ്ദങ്ങളുണ്ടാക്കി നടക്കുന്നു. പലതരത്തിലുള്ള മരങ്ങൾ. അതിൽ ചെറിയ മരങ്ങളുണ്ട്, വലിയ മരങ്ങളുണ്ട്, പഴങ്ങൾ കയ്പുള്ളതുണ്ട്, പുളിയുള്ളതുണ്ട്, മധുരമുള്ളതുണ്ട്, ഒരു തരം രസമില്ലാത്തതുണ്ട്, കരയ്ക്കാൻ മാത്രം പറ്റുന്നുണ്ട്, തിന്നാൻ പറ്റാത്തതുണ്ട്. ഇങ്ങനെ ചില മരങ്ങൾ വലിയ മരങ്ങളായിരിക്കും, ചില്ലകൾ വലുതായിരിക്കും, ചില ചില്ലകളില്ലാത്തതായിരിക്കും. ഇങ്ങനെ തുടങ്ങി വിവിധ ഇനം മരങ്ങളുള്ളതുപോലെ മനുഷ്യന്മാരും അങ്ങനെ തന്നെയാണ്. എന്നെപ്പോലൊരു മനുഷ്യൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് ഖിയാമത്ത് നാൾ വരേക്കും ഇനി വരാൻ പോകുന്നില്ല. നിങ്ങളെപ്പോലെ ഒരാൾ വരാൻ പോകുന്നില്ല, ഇനി വരാൻ കഴിയുകയുമില്ല. അപ്പൊ നാം ആരും മറ്റവനെ പോലെ ആകണമെന്ന് വാശി പിടിച്ചതൊന്നും കാര്യമില്ലല്ലോ. എനിക്കും അവനെ പോലെ ആകണമെന്ന് വാശി പിടിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല, ഒരിക്കലും ആവാൻ സാധ്യമല്ല. പഴം തന്നെ ആവുകയുള്ളൂ. പഴം വിചാരിക്കുകയാണ് ഞാൻ നാളെ മുതൽക്ക് ആപ്പിളാകണമെന്ന് വിചാരിച്ച് നടക്കുവോ? ആപ്പിൾ വിചാരിക്കുകയാണ് നാളെ മുതൽക്ക് മുന്തിരിയാവണമെന്ന് വിചാരിച്ചാൽ നടക്കാൻ പോകുന്നില്ല. എന്നതുപോലെ തന്നെയാണ് നമ്മൾ തന്നെയാണെന്ന് മനസ്സിലാക്കുക. നമ്മളെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാവുക. ഞാൻ ആരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല, സംഘർഷങ്ങൾ ഉണ്ടാവുകയില്ല. ഇതെല്ലാം അള്ളാഹുവിന്റെ ആയത്തുകളാണ്. ഖിയാമത്ത് നാൾ വരേക്കുമുള്ള മനുഷ്യന്മാർ ഒന്നിനെ പോലെ വരുന്നില്ല എന്നുള്ളത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി നാം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ചും ചിന്തിച്ചും കൊണ്ട് ജീവിക്കുക. അപ്പോൾ കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹ്. ഇത് നമ്മുടെ അടിസ്ഥാന തത്വമാക്കി മാറ്റുക. മറ്റൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് ഇന്ന മഅൽ ഉസ്രി യുസ്റ എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്താണ്. ഇന്ന മഅൽ ഉസ്രി യുസ്റ. പ്രയാസത്തിന് ഒരു സന്തോഷമുണ്ടാകും, പ്രയാസത്തിന് ഒരു സന്തോഷം ഏതായാലും ഉണ്ടാകും. വിശപ്പുള്ളതിന് വയറ് നിറയും, ഉറക്കമുള്ളവർക്ക് ഉണർച്ച ഉണ്ടാകും, ഉണർച്ചയുള്ളവർക്ക് പിന്നീട് ഉറക്കമുണ്ടാകും. ഇങ്ങനെ എല്ലാറ്റിനും ഒരു മറുഭാഗമുണ്ട് എന്ന കാര്യം നാം എപ്പോഴും നമുക്ക് ബോധ്യമുള്ളവരാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോൾ അത് തണുപ്പായി മാറിയില്ലേ? ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സമുദ്രത്തിലൂടെ പുഴയിലൂടെ നടന്നു പോവുകയുണ്ട്. എന്താ മഹാനവകൾ പറഞ്ഞത്? കല്ല ഇന്ന മഈ റബ്ബി സയഹ്ദീനി. ആലോചിച്ച് നോക്കുക, വചനത്തിന്റെ മഹത്വം എത്രമാത്രമാണ്. ഇന്ന മഈ റബ്ബി സയഹ്ദീനി. പുഴ വിട്ടുകിടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ പേടിക്കാതെ പറഞ്ഞു, ഇന്ന മഈ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്.
സയ്യിദീനി, അവൻ എന്നെ രക്ഷപ്പെടുത്തും. ബഹുമാനപ്പെട്ട ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൗർ മലയിൽ കുടുങ്ങിയപ്പോൾ ഇപ്പൊ പോകേണ്ടുന്ന സ്ഥലമാണ്. അവിടെ വെച്ച് ആ ആയത്തോതിയാൽ വിഷമം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല, മാനസിക സംഘർഷം ഉണ്ടാവില്ല എന്ന് ഇമാമിങ്ങൾ പറഞ്ഞതായി കാണാം. ഏതായാലും അവിടെ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വിഷമം അറിയിച്ചപ്പോൾ, സങ്കടം പറഞ്ഞപ്പോൾ, ശത്രുക്കൾ നമ്മൾ കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഇത് നമുക്കും ഇപ്പോൾ പറയാം. റെഡ് കാറ്റഗറി ആയാലും യെല്ലോ ആയാലും ഏത് കാറ്റഗറി ആയാലും നമുക്ക് പറയാം സഹോദരന്മാരെ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. എന്താ ഇത് പറഞ്ഞപ്പോഴുണ്ടായ മെച്ചം? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തഹ്സൻ സിദ്ദീഖ്, നിങ്ങൾ വിഷമിക്കാതിരിക്കൂ, പ്രയാസപ്പെടാതിരിക്കൂ, നമ്മുടെ കൂടെ ആരുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി. ഈ വിശ്വാസം അവരിലുണ്ടായപ്പോൾ അല്ലാഹ് സമാധാനം ഇട്ടുകൊടുത്തു. ഈ സകീനത്താണ് നമുക്കിന്ന് ആവശ്യം. ഈ സകീനത്താണ് നമുക്കിന്ന് ആവശ്യമുള്ളത്. നമ്മുടെ മാനസിക വിഷമങ്ങളെല്ലാം നീങ്ങിപ്പോകാൻ ഏറ്റവും വലിയ മാർഗമാണ് അല്ലാഹുവിലുള്ള ഈ ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവുക എന്നുള്ളത്. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സകീനത്ത് ഇറക്കി കൊടുത്തു. അപ്പൊ നാം ആരും എന്ത് ചെയ്യണ്ട, ബേജാറാവേണ്ടെന്ന ആവശ്യമില്ല. ഒരു പക്ഷേ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, വഅസാ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും. നിങ്ങളൊരു പക്ഷേ ഈ റെഡ് കാറ്റഗറിയിൽ പെട്ടുപോകുന്നതിന് പേടിക്കുന്നുണ്ടാവാം, പക്ഷേ വഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് ഖൈറായേക്കാം. കാരണം എന്താ? പലതുമുണ്ട്, അല്ലാഹുവിന്റെ ഹിക്മത്തായേക്കാം. നമ്മളൊക്കെ ഇനി നാട്ടിൽ പോകണം. 18ഉം 20ഉം വർഷവുമായിട്ട് നാട്ടിൽ പോകാത്തവരൊക്കെ ഒന്ന് നാട്ടിൽ പോകണമെന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോൾ മറ്റൊരു കാര്യം നാം ചെയ്യേണ്ടുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാന പോലുള്ള ദുആകളെ വർദ്ധിപ്പിക്കുക. അല്ലാഹുവിനോട് ഒഴിഞ്ഞിരുന്നുകൊണ്ട് ദുആ ചെയ്യുക. ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടായാൽ നമ്മൾ ദ്വാരക്കുള്ളൂ. അങ്ങനെ ഉണ്ടല്ലോ, ഒരു സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അല്ലാഹനെ മറക്കലാണ്. വിഷമം ഉണ്ടാകുന്ന സമയത്ത് ഒരു ചെറിയ എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോൾ അല്ലാഹനെ ശരിക്കും ഓർമ്മ വരും. ഒക്കെ ഒരു ഇഖാമ പുതുക്കാൻ കഴിയാതെ ഒരൊറ്റ ദിവസം വൈകി നോക്കട്ടെ, അള്ളാൻ ഓർമ്മ വരും, ഹറമിന് ഓർമ്മ വരും, മദീനയെ ഓർമ്മ വരും, എല്ലാം നമുക്ക് ഓർമ്മ വരും, ദിക്ർ ഓർമ്മ വരും, ഒക്കെ വരും. അപ്പൊ ഇത് അല്ലാഹു തആല അവനിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗമായിരിക്കാം അള്ളാഹുവിനെ ഓർക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദആഹു. അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദആഹു. പീഡനം അനുഭവിക്കുന്നവൻ ദുആ ചെയ്താൽ അല്ലാഹ് അല്ലാതെ പിന്നെ ആരാണോ അതിന് ഉത്തരം നൽകുക? അവൻ ദുആക്ക് ഉത്തരം കിട്ടാനുള്ള ഒരു മാർഗമാണ് നാം പീഡിതരാവുക എന്നുള്ളത്. വിഷമമുള്ളത് വിഷമത്തോടുകൂടെ സങ്കടത്തോടുകൂടെ ഒരു കാര്യം ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുമെന്നത് നമ്മുടെ അനുഭവങ്ങളാണ്. ഓരോരുത്തർക്കും അനുഭവങ്ങളാണ്. പ്രയാസം വിഷമത്തിന്റെ സമയത്ത് നാം ചെയ്ത ദുആകൾ സ്വീകരിക്കും. അപ്പൊ ഇങ്ങനെ വിഷമങ്ങൾ ഉണ്ടാക്കിയാൽ മനുഷ്യൻ അള്ളാഹുവിലേക്ക് അടുക്കാൻ അത് കാരണമാകും. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന മാർഗങ്ങളാണ് ഉദ്ഉനി അസ്തജിബു ലക്കും. നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് അല്ലാഹു തആല പറഞ്ഞില്ലേ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുത്തുകൊണ്ട് അല്ലാഹുവിനെ ദുആ ചെയ്യുക. അതുപോലെ മറ്റൊരു പ്രധാന കാര്യമാണ് നാം ക്ഷമയുള്ളവരാകുക. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. അല്ലാഹു തആല നിങ്ങൾക്ക് ക്ഷമയുള്ളവർക്കുള്ളതാണ്, നിങ്ങൾക്കാണ് സലാം. ക്ഷമയുള്ളവർക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ട് എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ. അപ്പൊ നാം ക്ഷമയുള്ളവരാവുക എല്ലാ സമയത്തും. ഇപ്പോൾ ഇവിടെ വെച്ച് ദുനിയാവിൽ വെച്ച് ബുദ്ധിമുട്ടിയാൽ ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടാം. ഇന്ന് വിഷമമുള്ളവർക്ക് നാളെ സന്തോഷമുണ്ടാകും. പക്ഷെ അതിനെന്ത് വേണം? നാം പേടിച്ച് നാം വ്യാകുലപ്പെടാതെ നാം ക്ഷമയുള്ളവരായി മാറിയെങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ നിഅമത്തുകൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ട് നാം ജീവിക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വമൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ. ഇതാണല്ലോ ഏറ്റവും വലിയ നിഅമത്ത്. നാം എപ്പോഴും ദുആ ചെയ്യേണ്ടുന്ന കാര്യമാണ്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത വആഫിനാ ഫീമൻ ആഫൈത. നാം ഒക്കെ ഖുനൂത്തിൽ ചെയ്യുന്ന ഒരു ദുആ ആലോചിച്ചു നോക്കുക. ആ ദുആന്റെ വലിപ്പം എത്രമാത്രമാണ്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത. ആ ഹിദായത്തിൽ നിന്ന് ഞങ്ങളെ നിലനിർത്തി തരണമേ. നാം ഈ ഒരൊറ്റ കാര്യത്തിന് മാത്രം ശുക്ർ ചെയ്താൽ മതിയാകുമോ? ആ മിഅ്റാജിന്റെ രാത്രിയിൽ ബഹുമാനപ്പെട്ട ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മിഅ്റാജ് ലഭിച്ചതും നിസ്കാരം കിട്ടിയതും ഇതൊക്കെ സന്തോഷിക്കാൻ നമുക്ക് വകയുണ്ടാകുന്നത് നാം മുഅ്മിനായതുകൊണ്ടാണല്ലോ.
വിശ്വാസിയായതുകൊണ്ടാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, വിശ്വാസം, ഈമാൻ നഷ്ടപ്പെടുക എന്നതാണ് ഏറ്റവും വലിയ പരാജയം ഈ ലോകത്തുള്ളത്. അത് നമുക്കുണ്ട് എന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ വകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ദൻകാ